ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. എത്ര തകർന്നുടഞ്ഞ ജീവിതങ്ങളെയും പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന അനേകർ ആത്മഹത്യാ ചിന്തയാൽ പിടിപെട്ട് നിരാശയിൽ കഴിയുന്നവരെയൊക്കെ രൂപാന്തരത്തിലേക്ക് നയിച്ച് സന്തോഷത്തിൻ്റെ പാതയിൽ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം വായിച്ചത് ഇങ്ങനെ ഓർക്കുന്നു. ലണ്ടനിൽ പഴയ സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അനേക സംഗീതോപകരണങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പഴക്കം ചെന്ന ഒരു ക്രിമോണ വയലിനും പ്രദർശിപ്പിച്ചിരുന്നു. ലേലം നടത്തുന്നയാൾ സ്രാഡാവാറിയ നിർമ്മിതമായ ആ സംഗീതോപകരണത്തിൻ്റെ ഗുണഗണങ്ങൾ വിവരിച്ചിട്ട് അതിൻ്റെ അത്ഭുത നാദമാധുരി കേൾവിക്കാർക്ക് ബോധ്യപ്പെടുത്താനായി ഒരു സംഗീതജ്ഞൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അയാളുടെ കഴിവനുസരിച്ച് ശ്രമിച്ചെങ്കിലും കേൾവിക്കാരിൽ പ്രതീക്ഷിച്ച വിധത്തിലുള്ള അഭ്യുദനമോ ലേലത്തുകയിൽ മാറ്റമോ കണ്ടില്ല. അപ്പോൾ കാഴ്ചയിൽ ഇറ്റലിക്കാരന് തോന്നിയ മനുഷ്യൻ മുന്നോട്ട് വന്ന് ആ വയലിൽ നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വയലിൻ കയ്യിൽ വാങ്ങി തൻ്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് ആ തന്തികളൊന്ന് തലോടി അതിൻ്റെ അയഞ്ഞ കമ്പികൾ മുറുക്കി. അദ്ദേഹം അത് മാറിലണച്ച് വായിക്കുവാൻ തുടങ്ങി. കേൾവിക്കാർ ആനന്ദസാഗരത്തിൽ ആറാടി. ചിലർ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു, മറ്റു ചിലർ പൊട്ടിച്ചിരിച്ചു, വേറെ ചിലർ നൃത്തമാടി. എന്തായിരുന്നു അതിൻ്റെ രഹസ്യം? സംഗീത സാമ്രാട്ടായ പഗനിനി നിക്കോലയുടെ കൈകളിലായിരുന്നു ആ വയലിൻ എത്തിച്ചേർന്നത്. 1782, 1840 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ലേലത്തുക കുതിച്ചു കയറി. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ആദ്യത്തെ സംഗീതജ്ഞൻ്റെ വിരലുകൾക്ക് ആ വയലിനിൽ ഉറങ്ങിക്കിടന്ന സംഗീതമാധുര്യത്തെ തൊട്ടുണർത്താൻ കഴിഞ്ഞില്ല. നിക്കോല ആ വയലിൻ വായിച്ചതിലൂടെ അതിൻ്റെ സംഗീതമാധുരി ജനങ്ങൾ ആസ്വദിക്കാനിടയായി. അതിൻ്റെ വിലയും വർദ്ധിച്ചു. ദൈവം ദാവീദിനെ കണ്ടെത്തിയപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തീർന്നു. അങ്ങനെ നിലകൊള്ളുവാൻ താൻ തയ്യാറായി. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും ദൈവത്തിൻ്റെ ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി മനുഷ്യന് തേജസ്സും ബഹുമാനവും കൊടുത്തിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ കൈകളിൽ ഇണങ്ങി ആയുധമായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയതിനെ പുതുതാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ നാം വിലയുള്ളവരായിട്ട് മാറും. തൻ്റെ കൈക്കിണങ്ങി ആയുധമായി നമ്മെ ദൈവം ഉപയോഗിക്കും. നമ്മൾ കൂടി ദൈവനാമം മഹത്വപ്പെടുത്തും.